നേർമൊഴി. ഇന്ന് നേർമൊഴിയിൽ ചരിത്രകാരനും അധ്യാപകനും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറുമായിരുന്ന പ്രൊഫസർ വി കാർത്തികേയൻ നായരുമായുള്ള അഭിമുഖം കേൾക്കാം. ആകാശവാണിയുടെ നേർമൊഴി പരിപാടിയിൽ ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് ഏറെ വിശേഷണം കൊണ്ടല്ലാതെയും നമുക്കേറെ സുപരിചിതനായിട്ടുള്ള, എന്നാൽ പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഒരു ചരിത്രകാരൻ, ചരിത്ര അധ്യാപകൻ, പ്രഭാഷകൻ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ ഡയറക്ടർ ഒക്കെയായി തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള പ്രൊഫസർ കാർത്തികേയൻ നായർ സാറാണ്. സ്വാഗതം. നമസ്കാരം. അങ്ങ് ചരിത്രത്തിൻ്റെ ഒരു അധ്യാപകനായിരുന്നു. ഇപ്പോൾ ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ് ഇപ്പോഴും. എന്താണ് അങ്ങേ ചരിത്രത്തിലേക്ക് അടുപ്പിച്ച ഘടകം? കുഞ്ഞുങ്ങൾക്ക് കഥ കേൾക്കുന്നത് ഇഷ്ടമാണല്ലോ. അതെ. അപ്പോൾ ഞാൻ സ്കൂളിൽ, പ്രത്യേകിച്ച് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സാമൂഹ്യ ശാസ്ത്രം എന്നല്ല എന്ന് പറയുക, സോഷ്യൽ സ്റ്റഡീസ്, സാമൂഹ്യ പാഠം എന്നാണ് പറഞ്ഞത്. ആ സാമൂഹ്യ പാഠത്തിൽ കുറേ രാജാക്കന്മാരുടെയും കഥകളൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് കഥയായിട്ടാണ് കണ്ടത്. അപ്പോൾ കഥയായിട്ട് കണ്ടതുകൊണ്ട് കഥ ഒരിക്കൽ കേട്ടാൽ നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ മറക്കില്ല. അങ്ങനെ കഥകളിൽ നിന്നാണ്, കഥകളിലൂടെയാണ് ഞാൻ ചരിത്രത്തിലേക്ക് എത്തിയത്. എനിക്ക് ശാസ്ത്ര വിഷയത്തിൽ സയൻസ് ഗ്രൂപ്പിൽ അഡ്മിഷൻ തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കാതെ, അല്ല എനിക്ക് തേർഡ് ഗ്രൂപ്പ് മതി, പ്രീ ഡിഗ്രിക്ക് തേർഡ് ഗ്രൂപ്പ് മതി, ഹിസ്റ്ററി മതി എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി. അതിൽ നല്ല മാർക്കുണ്ടായിരുന്നു. പിന്നെ ബിരുദം എടുത്തു, ബിരുദാനന്തര ബിരുദം എടുത്തു. പിന്നെ ഭാഗ്യവശാൽ അധ്യാപകനായി. അപ്പോൾ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു തൊഴിൽ അധ്യാപനമാണ്. അപ്പോൾ കാരണം എപ്പോഴും നമ്മുടെ മുമ്പിൽ കുറേ ആൾക്കാർ നമ്മോട് വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതെ. അപ്പോൾ അവരിലൂടെ നമുക്ക് സമൂഹത്തിൻ്റെ ചലനം മനസ്സിലാക്കാൻ പറ്റും, തീർച്ചയായും അവരോട് സംസാരിക്കാം. അപ്പോൾ അങ്ങനൊരു ആകർഷണമാണ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കഥകളോടുണ്ടായ ഒരു താല്പര്യം, അത് ചരിത്രത്തോടുള്ള താല്പര്യമായി വികസിച്ചു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയാണ് ഞാൻ ചരിത്രത്തിലേക്ക് എത്തിപ്പെടുന്നത്. പക്ഷേ ചില കുട്ടികൾ പറയാറുണ്ട്, ഇപ്പോൾ ചരിത്രമൊക്കെ വളരെ ബോറിംഗ് ആയിട്ടുള്ള, വളരെ മടുപ്പിക്കുന്ന സംഗതിയല്ലേ എന്നൊക്കെ ചോദിക്കണം. പക്ഷേ അങ്ങയുടെ ഈ കാഴ്ചപ്പാട് തികച്ചും വ്യത്യസ്തമാണ്. കഥകളായിട്ടാണ് ചരിത്രത്തെ കാണുന്നത്. പക്ഷേ ഇപ്പോൾ ചരിത്രത്തെ കഥകളാക്കി എഴുതുന്ന ഒരു രീതി കൂടി ഇപ്പോൾ ഉണ്ടല്ലോ. അത്തരം പുസ്തകങ്ങൾക്ക് നല്ല വിപണി ഉണ്ടാകുന്നുണ്ട്. ചരിത്രത്തെ വളരെ നല്ല മനോഹരമായ ഭാഷയിൽ അവതരിപ്പിക്കുന്ന പുസ്തകങ്ങൾ. അപ്പോൾ അങ്ങയുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് ചരിത്രത്തെ പഠിക്കുന്ന വിദ്യാർത്ഥികളോട്? അപ്പോൾ എങ്ങനെയാണ് അവർക്ക് ഈ ഒരു രീതി പ്രാവർത്തികമാക്കാൻ പറ്റുക? ഞാൻ സ്കൂളിലും കോളേജിലും ചരിത്രം പഠിച്ചു തുടങ്ങിയ കാലത്തുള്ള രീതിശാസ്ത്രമല്ല ഇന്നുള്ളത്. അതെ. കഥ വായിക്കാനുള്ള താല്പര്യം കൊണ്ട് ചരിത്രം വായിച്ചു. എനിക്ക് ചരിത്രം കഥയായിട്ട് തോന്നി. അതെൻ്റെ ഒരു വ്യക്തിപരമായ പ്രശ്നമായിരിക്കാം. ചരിത്ര അഭ്യസനത്തിലെ പ്രധാനപ്പെട്ട ഘടകം അധ്യാപകനാണ്. തീർച്ചയായിട്ടും. അധ്യാപകന് വിദ്യാർത്ഥികളെ ഉത്സാഹിപ്പിക്കാൻ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യാൻ, പ്രചോദിപ്പിക്കാൻ കഴിഞ്ഞാൽ ആ വിഷയം താല്പര്യമുള്ള വിഷയമായിട്ട് പഠിതാവ് വിദ്യാർത്ഥിയെ ഏറ്റെടുക്കും. തീർച്ചയായിട്ടും. ഭാഗ്യവശാൽ എനിക്ക് ഹൈസ്കൂളിലും കോളേജിലും ഒക്കെ കിട്ടിയ നല്ല ഒന്നാന്തരം അധ്യാപകരായിരുന്നു. ഞാൻ കോളേജ് ചെല്ലുമ്പോഴാണ് ഈ പ്രസംഗ പാഠം എന്നെ ആകർഷിച്ചത്, ഞാൻ അറിയാതെ എന്നെ ആകർഷിച്ചത്. ഞങ്ങളുടെ അധ്യാപകരൊക്കെ നല്ല ഒന്നാന്തരം പ്രസംഗകരായിരുന്നു. 80 പേരുള്ള ക്ലാസ് റൂമിൽ കയറിയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് പ്രസംഗമാണ്, ഒന്നാന്തരം ഇംഗ്ലീഷ്. അത് കേട്ട് ഞാൻ മുഗ്ധനായി. പിന്നെ ഇംഗ്ലീഷും മലയാളവും നല്ലോണം പഠിച്ചു. ക്ലാസ്സിൽ പഠിച്ചതല്ല, വായനയിലൂടെ. കാരണം കോളേജിൽ നല്ല ലൈബ്രറി ഉണ്ടായിരുന്നു. മലയാളത്തിലും ഇംഗ്ലീഷിലും കിട്ടാവുന്ന എല്ലാ പത്രങ്ങളും വാരികകളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മലയാളത്തിൽ എത്ര വാരികയും പത്രവും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കോളേജ് ക്യാമ്പസിൽ നിന്നാണ്. അതാണ് ക്യാമ്പസിൻ്റെ ഒരു സവിശേഷത. ആ ക്യാമ്പസിൽ നിന്ന് ചുരുങ്ങി വരുന്നത് ഒരു ദോഷമായിട്ട് ഞാൻ കാണുകയുമാണ്. തീർച്ചയായിട്ടും. കാരണം കൗമാരപ്രായക്കാർ അന്ന് എത്തിപ്പെട്ടിരുന്നത്, ഉന്നത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് എത്തിപ്പെട്ടിരുന്ന പ്രീ ഡിഗ്രിക്കാണ്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ മാർക്കുള്ളവർക്ക് അന്നത്തെ പോലെ മുഴുവൻ പേരും SLC പാസ്സാകുന്ന കാലമൊന്നും അന്നില്ല. അതെ. അന്ന് ഞാൻ SLC പാസ്സാകുന്ന കാലത്ത് 39% സംസ്ഥാനത്തെ വിജയ ശതമാനം. എന്നുവെച്ചാൽ ബാക്കി 61 പേര് തോറ്റുപോയി എന്നാണ്. അപ്പോൾ അവർക്ക് വീണ്ടും എഴുതി പാസ്സാവാം. ഇപ്പോൾ നമുക്ക് 97-98% വിജയ ശതമാനം വരുന്നത്. തൊട്ടടുത്തൊരു സേ പരീക്ഷയുണ്ട്. പണ്ട് സേ പരീക്ഷയിൽ, ആ സേ പരീക്ഷയോട് വരുമ്പോൾ ശതമാനം 100ആണ്. ആർക്കും തോക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്നുള്ളത്. അന്ന് തോക്കുന്നതൊരു പ്രാധാന്യമുണ്ട്, തോറ്റുപോകും. കാരണം അത് വിഷയം മാർക്കിടുന്ന രീതി, പഠിപ്പിക്കുന്ന രീതി, പല ഘടകങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ധാരണയോടുകൂടി ഞാൻ കോളേജിലെത്തുമ്പോൾ ക്ലാസ് മുറിയിൽ നിന്ന് കിട്ടുന്നതിനപ്പുറം, ക്ലാസ് മുറിയിൽ നമ്മൾ ഏത് വിഷയമാണോ പഠിക്കാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അത് മാത്രമേ അവിടെ പഠിത്തം നടക്കൂ. പക്ഷേ അധ്യാപകർ വഴിവിട്ട് പോവും, അവർ കാട് കയറും. പ്രഗത്ഭരായ അധ്യാപകരാണെങ്കിൽ നമ്മളെ നയിച്ച് കൊടുമരത്തിൽ കൂടെ കൊണ്ടുപോയിട്ട് വീണ്ടും പൊതുവഴിയിൽ ഇറക്കി വിടുക. അങ്ങനത്തെ പ്രാഗൽഭ്യമുള്ള അധ്യാപകരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അവതരണ രീതി, ഭാഷാപ്രയോഗ ശൈലിയൊക്കെ എന്നെ ആകർഷിച്ചു. അപ്പോൾ അവർ പറയുന്നത് കേട്ട് വായനശാല, ഇപ്പോൾ ഗ്രന്ഥശാല അല്ലെങ്കിൽ ലൈബ്രറിയിൽ പോയി വായിക്കുന്നു. ഇംഗ്ലീഷിൽ നല്ല
പാഠവും നേടുന്നു. ഇംഗ്ലീഷൊക്കെ ഞാൻ ചിട്ടയായിട്ട് പഠിച്ചു. ക്ലാസ് റൂമിൽ പഠിച്ചതിനേക്കാൾ ഉപരി അന്ന് പിന്നെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന് 4 രൂപയാണ് പ്രതിമാസ വരിസംഖ്യ. എന്നാൽ ഹിന്ദു പത്രത്തിന് 4.25 രൂപ, 4 രൂപ കൂടുതലാണ്. മനോരമ ആഴ്ചപ്പതിപ്പിന് 10 പൈസയാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് 4 അണ 25 പൈസയാണ്, വില കൂടുതലാണ്. അപ്പോൾ വീട്ടിൽ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് വരുത്തിയാൽ മതിയെന്ന് അച്ഛൻ പറഞ്ഞു. ഞങ്ങൾ 3-4 കുട്ടികൾ പഠിക്കുന്നവരുണ്ട്. അപ്പം എല്ലാവരും ഫീസ് കൊടുത്താണ് പഠിക്കുന്നത്. അപ്പോൾ ഓരോ മാസവും ഫീസ് കൊടുക്കണം. ആ ഫീസ് കൊടുക്കുന്നതിനുള്ള പണം കണ്ടെത്തണം, കൃഷി ചെലവുണ്ട്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ, എന്നാൽ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് അച്ഛനെതിരൊന്നുമില്ല. അപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചത് അതിൽ ഓരോ വാക്കും, നമുക്കറിയാത്ത വാക്കുകൾ ഒരു നോട്ട്ബുക്കിൽ എഴുതി മലയാളത്തിൽ അപ്പുറത്ത് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എൻ്റെ അർത്ഥം എഴുതിയിട്ടുണ്ട്, ഡിക്ഷണറി നോക്കി. അപ്പോൾ ഈ പഠിത്തത്തിൻ്റെ ഒരു രീതിശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ കേട്ട് പഠിക്കുന്നത് ആകെ പഠിപ്പിക്കുന്നതിൻ്റെ 30-40% ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ എന്നാണ്. കേൾവിയും കാഴ്ചയും കൂടിയാണെങ്കിൽ വീണ്ടും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെ അംശം കൂടും. 30-40-50% വരെ എത്താം. കേൾക്കുകയും കാണുകയും എഴുതുകയും കൂടിയാണെങ്കിൽ 60%-ലേറെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അതായത് ഒരു പ്രഭാഷണത്തിലൂടെ ഒരാൾ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന വിജ്ഞാനം ശ്രോതാവിന് കിട്ടുന്നത് പല ലെവലിലാണ്, അല്ലെങ്കിൽ പല ശതമാനക്കണക്കിലാണ്. ഇപ്പോൾ ഞാനിപ്പോൾ പ്രസംഗിക്കുന്നു അല്ലെങ്കിൽ പറയുന്നു, കേൾക്കുന്നവർ കുറേ കേൾക്കും, ബാക്കിയെങ്കിൽ ചെവിയിൽ ഉൾക്കൊള്ളില്ല. കാരണം ഉൾക്കൊള്ളുന്നവൻ്റെ മനോഭാവവും അവൻ്റെ ഇരിപ്പും കിടപ്പും ഒക്കെ അനുസരിച്ചായിരിക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കുക. എന്നാൽ കാണുകയും കൂടിയാണെങ്കിലോ വിഷ്വൽ മീഡിയ, അതാണ് ഈ ടെലിവിഷൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്. ഇനി നമ്മൾ എഴുതുകയും കൂടിയാണെങ്കിലോ, അല്ലെങ്കിൽ അധ്യാപകൻ എഴുതിയിടുന്നു, നമ്മൾ ബോഡി നോക്കിയത് എഴുതിയെടുക്കുമ്പോൾ നമ്മളെ മനസ്സ് പൂർണ്ണമായിട്ടും അതിൽ അർപ്പിക്കപ്പെടുകയാണ്. ഈ 3 പ്രക്രിയയുണ്ട്. ആ പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് എഴുതുമ്പോഴാണ്. അപ്പോൾ അത് കോളേജ് ജീവിതം നമ്മളൊരു പ്രധാനപ്പെട്ട വഴിത്തിരിവായിരുന്നു, പ്രത്യേകിച്ച് പ്രീ ഡിഗ്രിയുടെ സാധ്യത എന്ന് പറയുന്നത് വിശാലമായ ക്യാമ്പസാണ്. ആദ്യകാലത്ത് ഇപ്പോൾ 60-കളിലെയും 70-കളിലെയും കോളേജ് ക്യാമ്പസ് എന്ന് പറഞ്ഞ് വിശാലമായ പറമ്പാണ്, വിശാലമായ ക്ലാസ് റൂമാണ്. കെട്ടിടങ്ങളും ക്ലാസ് റൂം, കുടുങ്ങിയ ക്ലാസ് റൂമല്ല. അധ്യാപകർ വന്ന് പ്രസംഗിക്കുകയാണ്, വലിയ പ്ലാറ്റ്ഫോമാണ്, അവിടെ വന്ന് പ്രസംഗിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്നൊരു ലൈബ്രറി ഉണ്ടായിരുന്നു, ഒരു ലൈബ്രറിയൻ ഉണ്ടായിരുന്നു. അവിടെ പുസ്തകങ്ങൾ എടുത്തു തരാൻ ലൈബ്രറി അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. അവിടെ പുസ്തകം വച്ചിരിക്കുന്ന സ്റ്റാക്ക് റൂമിന് ഇപ്പുറത്തൊരു റീഡിംഗ് റൂം ഉണ്ടായിരുന്നു. എല്ലാ പത്രങ്ങളും മാസികളും അവിടെ വരുന്നു. അപ്പോൾ വായനക്കാർക്ക് വരാം, അധ്യാപകനും അവിടെ വന്നിരിക്കും. അപ്പോൾ സംസാരവും ചർച്ചയും ഒക്കെ ക്യാമ്പസിൽ നടക്കും, അതൊരു കാര്യം. 2 പ്ലേ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അത് പഠിപ്പിക്കാൻ ഒരു അധ്യാപകൻ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഉണ്ടായിരുന്നു കോളേജിൽ, സർക്കാർ ശമ്പളം കൊടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ കൗമാരപ്രായക്കാരുടെ എനർജി കത്തിക്കാൻ, കലോറി കത്തിച്ച് തീർക്കാൻ, സ്പോർട്സിൽ താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കെടുക്കാൻ, കളിക്കാൻ, രാവിലെയും വൈകുന്നേരത്തോ കളിക്കാൻ സൗകര്യം കിട്ടുന്നു. അങ്ങനെ ഈ വ്യക്തിത്വത്തിൻ്റെ ഒരു സമഗ്ര വികാസത്തിനുള്ള ഒരു അവസരം അന്നുണ്ടായിരുന്നു. പക്ഷേ അതേ പ്രായക്കാർ ഇന്ന് ഹയർ സെക്കൻഡറിയിലാണ് അകപ്പെട്ടിരിക്കുന്നത്. യാതൊരു സ്വാതന്ത്ര്യമില്ല കുഞ്ഞുങ്ങൾക്ക്, പ്ലേ ഗ്രൗണ്ടില്ല, ലൈബ്രറി ഇല്ല. ലൈബ്രറി ഇല്ലയെന്ന് ചോദിച്ചാൽ ഉദ്യോഗസ്ഥർ പറയുമുണ്ട്. കാരണം ലക്ഷക്കണക്കിന് രൂപയുടെ പുസ്തകം അവിടെ ഒരു അലമാരയിൽ കെട്ടി ഒരു റൂമിനകത്ത് വച്ചിട്ടുണ്ട്. പക്ഷേ അത് ലൈബ്രറി ആവില്ല, അത് പുസ്തകത്തിൻ്റെ സ്റ്റോക്ക് റൂമായി ആവുകയുള്ളൂ, ഡംപ് ചെയ്തിരിക്കുന്ന സ്ഥാനമേ ആവുള്ളൂ. അതെടുത്ത് വിതരണം ചെയ്യാൻ ആളില്ല. ലൈബ്രറിനെ നിയമിച്ചിട്ടില്ല ഹയർ സെക്കൻഡറിയിൽ. ലൈബ്രറി അസിസ്റ്റൻ്റ് ഇല്ല, റീഡിംഗ് റൂമില്ല. ഇപ്പോൾ പുതിയ ക്ലാസ്, സ്മാർട്ട് ക്ലാസ് എന്ന പദ്ധതിയൊക്കെ വന്നപ്പോൾ അതിനുള്ള സംവിധാനം ചെയ്തെങ്കിലും അത് എടുത്തു കൊടുക്കാനും ഒരു ആൾ വേണ്ടേ, സഹായി വേണ്ടേ. നമ്മളിപ്പോൾ വായിക്കാൻ വരുന്ന നോക്കും, നമ്മൾ കളഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ അതെടുത്ത് സൂക്ഷിച്ച് വയ്ക്കാൻ അവിടെ ഒരാൾ വേണം, അസിസ്റ്റൻറ്റ് വേണം. അങ്ങനത്തെ ഒരു സംവിധാനം ഹയർ സെക്കൻഡറിയിലില്ല. മുമ്പ് ഹയർ സെക്കൻഡറി പ്രീ ഡിഗ്രിക്ക് എത്തുന്ന കൗമാരപ്രായക്കാർ, അതേ പ്രായക്കാരിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഹയർ സെക്കൻഡറിയിൽ. ഈ അന്തരം കേരളത്തെ ബാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ പൊതുബോധത്തെ, നമ്മുടെ സമീപനത്തെ, ഒരു തുറന്ന സമീപനം പ്രീ ഡിഗ്രിക്ക് ഉണ്ടായിരുന്നു. അന്ന് ശക്തമായ വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടായി. ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയം ആക്റ്റീവായിരുന്ന ആളാണ്. ശക്തമായ ആക്ടിവിസം ഉണ്ടായിരുന്നു. പക്ഷേ ശത്രുവിനോട് വിരോധമില്ല. അയാൾ പ്രസംഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പ്രസംഗിക്കുന്നത് വിദ്വേഷപരമാണെങ്കിലും അയാൾ സമാധാനത്തോടെ കേട്ടുകൊണ്ട് നിൽക്കും. അത് കേട്ട് അടിയുണ്ടാക്കില്ല. അയാൾ പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ട് നിൽക്കും. ഒരു സഹിഷ്ണുത ഇക്കാര്യത്തിൽ, അതിന് പ്രതിപക്ഷ ബഹുമാനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ബഹുമാനം അന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അതെ, മാത്രമല്ല ഒരുപക്ഷെ ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഈ സെമസ്റ്റർ വന്നു, അതിൻ്റെ ഒരു പ്രഷർ, പരീക്ഷകൾക്ക് ശേഷം പരീക്ഷയെല്ലാം മറ്റൊന്നും നടക്കുന്നില്ല ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവും. അതുകൊണ്ട് അപ്പോൾ കോളേജിൽ സെമസ്റ്റർ വന്നത് മറ്റേ ഇതിൻ്റെ തുടർച്ചയായിട്ടാണ്. സെമസ്റ്റർ 1990-91 കാലത്തൊക്കെ നടപ്പിലാക്കിയിരുന്നു. അത് PG ലെവലിൽ. അതായത് കാരണം വിദേശ യൂണിവേഴ്സിറ്റികളിലും ഡൽഹി JNU മുതലായ യൂണിവേഴ്സിറ്റികളിലും ഈ സെമസ്റ്റർ സമ്പ്രദായം നടപ്പിലാക്കി. അതിൻ്റെ ഗുണമൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ആ രീതിയിൽ കേരളത്തിൽ ഒരു പരീക്ഷണം നടത്താനാണ് തുടക്കം. അങ്ങനെയാണ് ഡിഗ്രി കോഴ്സുകൾക്ക് ഈ സെമസ്റ്റർ സമ്പ്രദായം വന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം,
ഇത് അധ്യാപകർക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവർ തലമുറകളായിട്ട് പഠിച്ചു വന്ന പഴയ രീതിയാണ് ക്ലാസ് റൂം ടീച്ചിങ്. ആ ക്ലാസ് റൂം ടീച്ചിങ്ങിന് അവസാനം ഒരു പരീക്ഷ നടത്തുന്നു, പരീക്ഷ പേപ്പർ നോക്കി മാർക്കിടുന്നു, അത് 100-ൽ ഇത്രയെന്നാവാം, അങ്ങനെ മാർക്കിടുന്നു, വിജയ ശതമാനം തീരുമാനിക്കുന്നു. പക്ഷേ ഇത് ഓരോ ഘട്ടത്തിലും പഠിക്കുന്നത് അപ്പോഴപ്പോഴ് തന്നെ മൂല്യനിർണ്ണയത്തിന് വിധേയമാക്കണം. അങ്ങനെയാണ് ക്ലാസ് റൂം ടെസ്റ്റ് വന്നു, അസൈൻമെൻറ്റ് വന്നു, പ്രോജക്റ്റുകൾ വന്നു. അപ്പോൾ ഈ അസൈൻമെൻറ്റ് വെച്ചാൽ കുട്ടിക്ക് എഴുതാൻ പഠിപ്പിക്കലാണ്. നമ്മൾ സാധാരണ ശരാശരി വിദ്യാർത്ഥി ക്ലാസ്സിൽ കയറുന്ന നോട്ട് എഴുതുന്നല്ലാതെ ഒരു ലേഖനം എങ്ങനെ എഴുതണമെന്ന് അറിയില്ല. അപ്പോൾ അതിൽ എന്തൊക്കെ അന്വേഷിക്കണം. അപ്പോൾ അതിൽ ഭാഷ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതെ, ഭാഷാപ്രയോഗം ഉണ്ടാവണം. ഭാഷ തെറ്റിക്കഴിഞ്ഞാൽ എന്താണോ ഉദ്ദേശിച്ചതിൽ നേരെ വിപരീത അർത്ഥമായിരിക്കും വായിക്കുന്നവനോ അല്ലെങ്കിൽ കേൾക്കുന്നവനോ ഉണ്ടാവുക. ഭാഷാപ്രയോഗം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതൊക്കെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ പറ്റിയില്ല. അതൊരു കാര്യം. 2, കേരളത്തിലെ കോളേജുകളിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ സ്ഥിതി എനിക്കറിയില്ല, അംഗസംഖ്യ കൂടുതലാണ്. കാരണം കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുഴുവൻ പേർക്കും വിദ്യാഭ്യാസം കിട്ടണമെന്നുള്ളൊരു താല്പര്യമുണ്ട്, മോഹമുണ്ട്. അത് നമ്മൾ വളർത്തിയെടുത്തൊരു മോഹമാണ്. കാരണം വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ കേരളത്തിന് പുരോഗതിയുള്ളൂ. അതെ, വിദ്യാഭ്യാസം കിട്ടിയവർക്ക് മാത്രമേ ജോലി കിട്ടൂ. ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ നോക്കിയാൽ ജനിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും പള്ളിക്കൂടത്തിൽ പ്രവേശനത്തിന് സൗകര്യമുണ്ട്. അതെ, കൊഴിഞ്ഞുപോക്ക് വളരെ കുറവാണ്. അപ്പോൾ 12ാം ക്ലാസ് വരെ ഫീസ് സൗജന്യമാണ്. ഇപ്പോൾ പുതിയ ബഡ്ജറ്റിൽ ഡിഗ്രി കോഴ്സിൻ്റെ ഫീസും അടുത്ത വർഷം മുതൽ ഒഴിവാക്കിയിട്ടുണ്ട്. അതെന്ത് കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് കേരള സമൂഹം അല്ലെങ്കിൽ കേരളത്തിലെ ഭരണകൂടം അല്ലെങ്കിൽ ഭരണകർത്താക്കൾ വിദ്യാഭ്യാസത്തിന് എന്ത് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. ഏതാണ്ട് മൊത്തം ബഡ്ജറ്റിൻ്റെ 16-17% നമ്മൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി നീക്കി വയ്ക്കുകയാണ്. ആ ഭാഗത്തുനിന്ന് ചില്ലി കാശ് വരുവാനുമില്ല, റവന്യൂ ഇൻകം ഇല്ല. അതെ, ട്രാൻസ്പോർട്ടാണെങ്കിൽ റവന്യൂ ഇൻകം ഉണ്ട്, എക്സൈസിന് റവന്യൂ ഇൻകം ഉണ്ട്, വനത്തിൽ നിന്ന് റവന്യൂ ഇൻകം ഉണ്ട്. വിദ്യാഭ്യാസത്തിന് റവന്യൂ ഇൻകം ഇല്ല, ഫീസില്ല, മുഴുവൻ അങ്ങോട്ട് കൊടുക്കുകയാണ്. അതെന്താ കാര്യം? കാരണം കേരള സമൂഹത്തിൻ്റെ വികാസം ചരിത്ര വഴികൾ പരിശോധിച്ചാൽ വിദ്യാഭ്യാസത്തിലൂടെയാണ്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കിട്ടിയത്. ആ പ്രാധാന്യം കിട്ടിയെങ്കിൽ അതിന് ആനുപാതികമായിട്ട് സമൂഹത്തിൻ്റെ മനോഭാവത്തിൽ മാറ്റം വന്നത് ഞാൻ പറയില്ല എന്ന്. കാരണം എന്താ? നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമാണ്, എന്നാൽ സമ്പൂർണ്ണ പ്രബുദ്ധത കൈവരിച്ചിട്ടില്ല. നമ്മൾ ലിറ്ററേറ്റാണ്, പക്ഷേ എൻലൈറ്റൻ്റ് അല്ല. പാശ്ചാത്യ സമൂഹത്തിൽ ജ്ഞാനോദയകാലം എന്നൊക്കെ പറയുന്ന എൻലൈറ്റൻമെൻറ്റാണ്, ഒരു ബോധോദയം ഉണ്ടായി. അങ്ങ് ഈ സംസാരിച്ച് വന്നതിനകത്തിൽ ഒന്ന്, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ എത്രത്തോളം അടുത്തുനിന്ന് കണ്ട ഒരു അധ്യാപകൻ, ആ ഒരു അനുഭവം തീർച്ചയായിട്ടും അങ്ങനെ വാക്കുകളുണ്ട്. പക്ഷെ അതിലുപരിയായിട്ട് ആ ഓരോ കാലഘട്ടത്തിലും ചരിത്രവുമായിട്ട് എങ്ങനെ കൂട്ടിയിണക്കിയിട്ടാണ് അങ്ങ് പറഞ്ഞതെന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. അപ്പോൾ ഇത് അങ്ങയുടെ എഴുത്തിലേക്ക് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഉണ്ട്. ഓരോ സംഭവത്തെയും വിലയിരുത്തുമ്പോൾ അതിൻ്റെ ഒരു പൂർവ്വചരിത്രം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അങ്ങ് ഇപ്പോൾ സംസാരിച്ച് നിർത്തിയ നവോത്ഥാനത്തെക്കുറിച്ച് അങ്ങയുടെ പുസ്തകങ്ങളുണ്ട്. നവോത്ഥാന കാലഘട്ടത്തെ, ആ സമയത്തെ കേരളത്തിൻ്റെ വളർച്ചയൊക്കെ കുറിച്ചിട്ട് അങ്ങ് എഴുതിയിട്ടുണ്ട്, ധാരാളം അങ്ങ് സംസാരിച്ചിട്ടുമുണ്ട്. അങ്ങയുടെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പോൾ പറഞ്ഞതിന് തുടർച്ചയായിട്ട് കേരളത്തിൽ സംഭവിച്ച നവോത്ഥാനം, അതിൻ്റെ തുടർച്ച എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? നവോത്ഥാനം ഒരു തുടർ പ്രക്രിയയാണ്. ഒരിടത്ത് തുടങ്ങി മറ്റൊരിടത്ത് അവസാനിക്കുന്നതല്ല. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സാണ്, അതൊരു പ്രക്രിയയാണ്. ആ പ്രക്രിയയ്ക്ക് അടിസ്ഥാനമായിട്ട് വരുന്ന സാമ്പത്തിക രംഗത്ത് വരുന്ന മാറ്റമാണ്. നമ്മൾ കേരളം മാത്രമല്ല, ഇന്ത്യയിൽ നോക്കിയാലും അങ്ങനെ തന്നെ കാണാം, സാമ്പത്തിക രംഗത്ത് വരുന്ന മാറ്റമാണ്. അപ്പം നമ്മൾ കേരളത്തിൽ നവോത്ഥാനമെന്ന് ഉദ്ദേശിക്കുന്ന 19ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നിലവിലിരുന്ന സാമ്പത്തിക സ്ഥിതി എന്താ? അത് ജന്മിത്തമാണ്. കാരണം കേരള സമ്പദ്ഘടനയെ നിർണായകമായി സ്വാധീനിച്ചിരുന്നത് നെൽകൃഷിയാണ്. അതെ, നമ്മൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും അതിന് അനുകൂല ഘടകം, അങ്ങനെയാണത് നെൽകൃഷിയിലേക്ക് വരുന്നത്. കാരണം സഹ്യപർവ്വതത്തിന് പടിഞ്ഞാറോട്ട് കിടക്കുന്ന ഭൂപ്രദേശം ചരിഞ്ഞ് കിടക്കുകയാണ്. സഹ്യപർവ്വതത്തിൽ നിന്ന് ആരംഭിക്കുന്ന നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. ആ നദികളിലേക്ക് 100 കണക്കിന് തോടുകൾ വന്നു ചേരുന്നു. ഈ തോടുകൾക്ക് ഇരുവശവും നെൽപ്പാടങ്ങളാണ്. വെട്ടിയൊരുക്കി നമ്മുടെ പൂർവികന്മാർ 1000-2000 കൊല്ലം മുമ്പൊക്കെ ആയിരിക്കാം, അന്നത്തെ സാങ്കേതിക കോടാലിയൊക്കെ വെച്ച് അല്ലെങ്കിൽ മൺവെട്ടി വെച്ചൊക്കെ വെട്ടിയൊരുക്കി ഏലാകളാക്കി. നമ്മൾ നെൽപ്പാടത്തിന് ഏല എന്നാണ് പറയുക. നമ്മൾ നോക്കൂ, ഏതെങ്കിലും ഒരു ഗ്രാമം, കേരളത്തിലൊരു ഗ്രാമം എടുത്ത് പരിശോധിച്ചാൽ ആ ഗ്രാമത്തിൽ നെൽകൃഷിയാണ് കൂടുതൽ. ഗ്രാമത്തിലൊരു ക്ഷേത്രം കാണും. ആ ക്ഷേത്രത്തിൽ ഒരു സമിതി ഉണ്ടാവും, ക്ഷേത്രസമിതി. പണ്ട് എന്നെ നാട്ടുകൂട്ടം എന്നാണ് പറഞ്ഞിരുന്നത്. ആ സമിതി എന്ന് പറയുന്നത് ക്ഷേത്രകാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രമല്ല, കൃഷികാര്യങ്ങൾ നോക്കാനാണ്. ആ ഗ്രാമസമൂഹമാണ് 19ാം നൂറ്റാണ്ട് വരെ ഇവിടെ നിലനിന്നിരുന്നത്. ഒരു കാലത്ത് ഭൂമി ആരുടേതുമല്ല, കോമൺ വെൽത്താണ്, പൊതു സ്വത്താണ്. കൃഷി ചെയ്യുന്നു, അവരവരെടുക്കുന്നു, വേറെ ഒരുത്തനെ ആക്രമിച്ച് കയറുന്നില്ല. അതിൽ വിള്ളൽ വരാൻ തുടങ്ങി. വിള്ളൽ വരാൻ തുടങ്ങാൻ കാരണം യൂറോപ്യന്മാരുടെ വരവാണ്. ഈ സാമ്പത്തിക സ്ഥിതിയിലേക്കാണ് അവർ മൂലധനവും പണവും കൊണ്ടുവന്നു.
യൂറോപ്യന്മാർ വന്നപ്പോൾ തൊട്ട് കോളനിവൽക്കരണം ആരംഭിക്കുന്നു. അവർ ബലപ്രയോഗത്തിലൂടെ കപ്പലിൽ വന്നു, തോക്കും അവരുടെ കയ്യിലുണ്ട്. അതിനു മുമ്പ് ആരും തോക്കും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. തോക്കും കൊണ്ട് വരുന്നത്, കരിമരുന്ന് പ്രയോഗമായിട്ട് വരുന്നത് യൂറോപ്യന്മാരാണ്. അവരിവിടെ വന്ന് നാണയം സാധനങ്ങൾ ശേഖരിച്ച് യൂറോപ്പിലേക്ക് കൊണ്ടുപോയി അവിടെ വിറ്റ് കാശാക്കി മറിച്ച് വിൽക്കുക എന്ന് പറയും, മെർക്കൻറ്റലിസം. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞ് ഈ മെർക്കൻറ്റലിസത്തിലൂടെ ഇവിടുന്ന് ഉൽപ്പന്നം വാങ്ങി അവിടെ കൊണ്ടുപോയി വിറ്റ് കാശാക്കിയവർ, മിച്ചം കിട്ടിയവർ, അവർ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഇൻവെസ്റ്റ് ചെയ്തു, നിക്ഷേപിച്ചു. അങ്ങനെ നിക്ഷേപിച്ചപ്പോൾ അവിടെ ശാസ്ത്രം വളർന്നു. ശാസ്ത്രം വളർന്നപ്പോൾ സാങ്കേതിക വിദ്യ വളർന്നു. സാങ്കേതിക വിദ്യ വളർന്നപ്പോൾ ഉൽപ്പാദനത്തിൽ മാറ്റം വന്നു. മനുഷ്യാധ്വാനത്തിന് പകരം വയ്ക്കാവുന്ന യന്ത്രശക്തി വന്നു. അപ്പോൾ ഉൽപ്പാദനം വർദ്ധിച്ചു. ഉൽപ്പാദനം വർദ്ധിച്ചാൽ മിച്ചമുണ്ടായി. ആ മിച്ചം യൂറോപ്യൻ കമ്പോളത്തിൽ മാത്രം വിറ്റാൽ തീരില്ല. അതിന് കമ്പോളം കണ്ടെത്തണം, വിദേശ കമ്പോളം വേണം. ആ വിദേശ കമ്പോളം നോക്കിയാണ് അവർ ഇന്ത്യയിൽ വന്നത്. പണ്ട് ഇന്ത്യയിൽ വന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടുന്ന് തുണി വാങ്ങി അവിടെ കൊണ്ടുപോയി വിറ്റു. പക്ഷേ അവിടെ വസ്ത്രോൽപാദനം വർദ്ധിക്കുകയും ഉൽപ്പാദന മിച്ചം ഉണ്ടാവുകയും ചെയ്തപ്പോൾ ആ മിച്ചോൽപ്പന്നം ഇന്ത്യൻ കമ്പോളത്തിൽ വിറ്റു. ഇന്ത്യൻ കമ്പോളത്തിൽ വിൽക്കണമെങ്കിൽ ഇന്ത്യക്കാരെ മുണ്ടുടുപ്പിക്കാൻ പ്രേരിപ്പിക്കണം. അപ്പോൾ കേരളത്തിൽ പരമ്പരാഗതമായിരുന്ന ഒറ്റ മുണ്ടാണ്. വേണമെങ്കിൽ രണ്ടാം മുണ്ട് തോളിലൂടെ ഇടും പുരുഷന്മാർ. സ്ത്രീകൾ വെളിയിൽ പോകുന്ന പതിവില്ല. അപ്പോൾ ഈ സ്ത്രീകൾക്ക് കുപ്പായം വേണമെന്ന തോന്നൽ കമ്പനിക്കാരുണ്ടാക്കിച്ചു. അങ്ങനെയാണ് ഹാൻഡ്ലൂമിൻ്റെ സ്ഥാനത്ത് പവർലൂം തുണി വരുന്നു. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് കുപ്പായം ധരിക്കുകയോ രണ്ടാം മുണ്ട് ധരിക്കുകയോ ചെയ്താൽ മിൽത്തുണി വരുന്നു. അപ്പോൾ വസ്ത്രധാരണം അനിവാര്യമാണ്, നമ്മുടെ സംസ്കാരത്തിന് അത് വേണമെന്നുള്ള തോന്നൽ വരുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഈ വഴിക്കാണ്. കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ സമരം, നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ആദ്യത്തെ സമരം തെക്കൻ തിരുവിതാംകൂറിലാണ്. അത് വസ്ത്രധാരണ അവകാശത്തിന് വേണ്ടി സ്ത്രീകൾ മുഴക്കിയ മുദ്രാവാക്യമാണ്. സ്ത്രീകളാണ് ആദ്യം. ചാന്നാർ കലാപം എന്നാണ് അതിൻ്റെ പേര്. കാരണം ചാന്നാർ ജാതിയിൽപ്പെട്ട സ്ത്രീകളാണ് കലാപത്തിൽ പ്രത്യക്ഷത്തിൽ രംഗത്ത് വന്നത് എന്നുള്ളത് കൊണ്ടാണ്. അതിൻ്റെ ഫലമെന്താ? നമ്മളെല്ലാം ഇപ്പോൾ ആവശ്യത്തിലേറെ തുണി വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിലുള്ളതിനേക്കാൾ തുണിയാണ് നമ്മളിപ്പോൾ. കാരണം എന്താ? വസ്ത്രധാരണം ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക പ്രശ്നമായി നമ്മൾ ഏറ്റെടുത്തു. അപ്പോൾ സാംസ്കാരികമായൊരു മാറ്റം വന്നു. സാംസ്കാരികമായ മാറ്റം വന്നാൽ നിലവിലിരിക്കുന്ന ഉൽപ്പാദന രീതിയിൽ മാറ്റം വന്നതുകൊണ്ടാണ് നമുക്ക് ആ സാംസ്കാരികം വന്നേ. പിന്നെ ഭൂബന്ധങ്ങളിൽ മാറ്റം വന്നു. നേരത്തെ പറഞ്ഞ സാമ്പത്തിക അല്ലെങ്കിൽ ഭൂമിയിലെ ഉടമസ്ഥാവകാശം സ്ഥാപനവൽക്കരിക്കപ്പെട്ടു. എന്നുവെച്ചാൽ ബ്രഹ്മസ്വം ദേവസ്വം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ വ്യക്തിയിലേക്ക് വന്നു. വ്യക്തിക്ക് പാട്ടം കിട്ടി. പാട്ടം അയാൾക്ക് ഉറപ്പിച്ച് പട്ടയം കൊടുത്തു. അയാൾ പട്ടാതാറായി. അയാളുടെ പേരിൽ കരംതീരുവയായി. അയാൾക്ക് ഭൂമി വിൽക്കാം, വാങ്ങാം, പിന്തുടർച്ചാവകാശം കിട്ടി. അപ്പോൾ ഭൂമി വിൽക്കുകയും വാങ്ങുകയും ചെയ്യണമെങ്കിൽ അന്നേ അവർ അങ്ങനെ ഏർപ്പാടില്ല. ഭൂമി കച്ചവടമില്ല, പാട്ടത്തിന് മറിച്ചു കൊടുക്കും, ക്രയവിക്രയമില്ല. പക്ഷേ ക്രയവിക്രയം ആകാമെന്ന് ഇപ്പം പറഞ്ഞു. അങ്ങനെ വന്നത് ആർക്ക് ഗുണകരമായി? പണം കയ്യിലുള്ളവന് ഗുണകരമായി. അവന് ഭൂമി വാങ്ങാൻ പറ്റും. കാരണം ഭൂമി വിൽപ്പന ചരക്കാണ്. അപ്പോൾ ചരക്ക് എന്നൊരു സങ്കല്പം. തുണി നേരത്തെ വിതരണം ചെയ്തിരുന്നു, ചരക്കല്ല, ഉപഭോക്ത വസ്തു മാത്രമാണ്. പക്ഷേ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നപ്പോൾ തുണി ചരക്കായി വിലയ്ക്ക് വാങ്ങാം, വിൽക്കാം. ഭൂമിയും തന്നെ ചരക്കായി. ഇപ്പോൾ ഭൂമിയെ വിൽക്കാം, വാങ്ങാം. അങ്ങനെ ഭൂമി വിൽപ്പന ചരക്കായപ്പോഴാണ് മൂന്നാറിൽ 3000 ഏക്കർ ഭൂമി ഒരു സായിപ്പ് വിലയ്ക്ക് വാങ്ങി തേയില കൃഷി തുടങ്ങിയത്. തേയില കേരളത്തിൻ്റെ പാനീയമല്ല, അത് ചൈനയിൽ നിന്ന് ആസാം വഴി കേരളത്തിലെത്തിയതാണ്. അതൊരു പാനീയമാക്കി നമ്മൾ കുടിച്ചാൽ ഉന്മേഷം കിട്ടുമെന്ന് മുതലാളിയാണ് നമുക്ക് പറഞ്ഞു തന്നെ. അപ്പോൾ അത് നമ്മളിൽ പരസ്യത്തിലൂടെ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ചരക്കാക്കി തേയിലയെ മാറ്റി ചരക്കായി ഭൂമിയെ മാറ്റി. ഭൂമി അങ്ങനെ മാറ്റിയപ്പോൾ ഒരുപാട് ഭൂബന്ധങ്ങളിലും സാമൂഹ്യ ബന്ധങ്ങളിലും മാറ്റം വന്നു. എങ്ങനെയാണ്? 3000 ഏക്കർ ഭൂമിയാണ് ഈ സായിപ്പ് വില, ഒരു മൺട്രോ സായിപ്പ് വിലയ്ക്ക് വാങ്ങിയത്. ആ വനം വെളിവാക്കണമെങ്കിൽ എത്രയായിരം പേരുടെ തൊഴിൽ വേണം, തൊഴിൽ ശക്തി ഉപയോഗിക്കണം. അന്ന് ആ തൊഴിൽ ശക്തി കിട്ടില്ല. കാരണം സാമൂഹ്യമായി നമ്മുടെ ബോധം കുലത്തൊഴിലാണ്. ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്. മരം മുറിക്കുന്ന ഒരുത്തനാണ്, ഇരുമ്പ് പണി വേറൊരാളാണ്, മുണ്ട് നെയ്യുന്ന മറ്റൊരുത്തനാണ്, തുണി അലക്കുന്ന വേറൊരുത്തനാണ്, മുടി മുറിക്കുന്ന ഒരുത്തനാണ്. എന്തിനും ജാതിയാണ്. അപ്പോൾ ജാതി എന്ന് വെച്ചാൽ തുടക്കത്തിൽ അതൊരു സാമ്പത്തികമായ സാമൂഹ്യ വിഭജനമായിരുന്നു. പിന്നീടൊരു ബോധമുണ്ടായി, തൊഴിൽ മാറാൻ പാടില്ല. തൊഴിൽ മാറാൻ പാടുന്ന അർത്ഥം ജാതി മാറാൻ പാടില്ലെന്നാണ്. ജാതി മാറാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ സാമ്പത്തികം തൊഴിൽ മാറാൻ പാടില്ല എന്നാണ്. അപ്പോഴാണ് ജാതിക്ക് അതീതമായ തൊഴിലൂടെ വന്നു. അപ്പോൾ തേയില ആര് കൃഷി ചെയ്യും? ഏത് ജാതിക്കാരന്? ഇവിടെ ഒരു ജാതിയില്ല. അപ്പോൾ മുതലാളിക്ക് മൂലധനം നിക്ഷേപിച്ചതുകൊണ്ട് തൊഴിലാളിയെ വേണം, എങ്കിലേ മൂലധനം വളരൂ. തൊഴിലാളിയെ ഇവിടുന്ന് ഊരിയെടുത്തപ്പോൾ അവന് പ്രതിഫലമായിട്ട് കൂലി എന്നൊരേർപ്പാട് വരുന്നു. ജാതി വ്യവസ്ഥയിൽ നിന്നും കൂലി വ്യവസ്ഥയിലേക്കുള്ള മാറ്റമാണ് കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ചലനമുണ്ടാക്കിയത്. കേരളത്തിൽ ജാതി സമൂഹത്തിന് അകത്ത് ജാതി സംഘടനകളുണ്ടായി.
നവോത്ഥാന മൂല്യമുണ്ടായി. എന്താ നവോത്ഥാന മൂല്യം നമ്മൾ പറയുക? വിമർശിക്കാനുള്ള ബുദ്ധി, ചോദ്യം ചെയ്യാനുള്ള മനോഭാവം, വിവേചനത്തിനെതിരായ മനോഭാവം, സമത്വബോധം, പൗരബോധം. നമ്മളെല്ലാം മനുഷ്യരാണ്, പൗരന്മാരാണ് എന്നൊരു ബോധം. ഇതിലേക്ക് നയിച്ചതാണ് നവോത്ഥാന മൂല്യം. ആ നവോത്ഥാന മൂല്യങ്ങൾ തുടക്കത്തിൽ ജാതി സംഘടനകളാണ് ഉണർത്തിക്കൊണ്ടുവന്നത്. പക്ഷേ പിന്നീട് ഇത് രാഷ്ട്രീയ പാർട്ടികളാണ് ഏറ്റെടുത്തത്. അങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടി വരുന്നത്. കേരളത്തിൽ ജനാധിപത്യത്തിൻ്റെ ആദ്യ അങ്കുരം ഉണ്ടാകുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളിലൂടെയാണ്. തീർച്ചയായിട്ടും. പക്ഷേ പിന്നീട് ഈ രാഷ്ട്രീയ പാർട്ടികളെ തന്നെ ജാതി സ്വാധീനിച്ചു. അപ്പോൾ ഇതിനു മുമ്പ് നിലനിന്ന, ഇന്നത്തെ 20-ാം നൂറ്റാണ്ടിലെ സമൂഹത്തിന് മുമ്പ് നിലനിന്ന സാമ്പത്തികവും രാഷ്ട്രീയവും സാമൂഹികവുമായ അവസ്ഥ പാടെ മാറിയെങ്കിലും ആ അവസ്ഥ ഉൽപ്പാദിപ്പിച്ച ചില മൂല്യസങ്കല്പങ്ങൾ ഇപ്പോഴും മാറാതെ നിൽക്കുന്നു. അതാണ് ജാതിബോധം, രാജഭക്തി, ജന്മിത്ത മനോഭാവം. അതിപ്പോഴും മാറാതെ നിൽക്കുന്ന അർത്ഥം എന്താണ്? നവോത്ഥാനം പൂർണ്ണമായില്ല എന്നാണ്. അപ്പോൾ ആ മൂല്യങ്ങൾ കൂടെ നശിപ്പിക്കുന്നതിന് ഇത് ജന്മി മനോഭാവം വേണോ ഇല്ലയോ എന്നുള്ള സമൂഹം ചിന്തിക്കേണ്ട കാര്യം. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു, ജന്മിത മനോഭാവം നമുക്ക് ആവശ്യമില്ല, സമഭാവന മതി. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രം കഥകളായിട്ട് വായിക്കാനാണ് അങ്ങേക്ക് താല്പര്യം തോന്നുന്നത്. പക്ഷേ അങ്ങിപ്പോൾ 2-3 നൂറ്റാണ്ടുകളിലെ കേരളത്തിൻ്റെ ചരിത്രം പറഞ്ഞത് ഒരു കഥ പറയുന്ന പോലെ മനോഹരമായിട്ടാണ്. നമുക്ക് അല്പം കൂടെ ഒന്ന് പുറകോട്ട് പോകാം. കാരണം ഇപ്പോൾ ചരിത്രത്തിൻ്റെ, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിലെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ കണ്ടെത്തലുകൾ കടന്നു വരികയാണ്. ആർക്കിയോളജിക്കലായിട്ടുള്ള ഖനനങ്ങൾ ഇപ്പോൾ നടക്കുന്നു. പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ കീഴടിയിൽ നടക്കുന്നുണ്ട്, ആദിച്ചനെല്ലൂർ നടക്കുന്നുണ്ട്, കേരളത്തിൽ തന്നെ പട്ടണം പോലുള്ള പ്രദേശങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേക ചരിത്രത്തിൽ നമുക്ക് ഒരു രേഖയുമില്ല, നമുക്ക് വലിയ അറിവില്ല എന്നൊക്കെയാണ് അടുത്ത കാലം വരെ നമുക്ക് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ ഈ കണ്ടെത്തലുകളുടെയൊക്കെ വെളിച്ചത്തിൽ അങ്ങ് ഒരു ചരിത്രകാരൻ നിലയ്ക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മൾ സംഘകാലം എന്നൊക്കെ പറയുമല്ലോ, ഒരു കാലഘട്ടത്തെക്കുറിച്ച് അങ്ങ് എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഞാൻ ചരിത്രം പഠിക്കാൻ തുടങ്ങിയ കാലത്തെ രീതിയിലല്ല ഇപ്പം പഠിക്കേണ്ടത്. തീർച്ചയായിട്ടും. അന്ന് ഞാനിപ്പോൾ 60-കളിലോ 70-കളിലാണ് ചരിത്ര പഠനം ഒരു ചിട്ടയായിട്ട് തുടങ്ങുന്നതെന്ന് വെച്ചോളൂ. അന്നത്തെ ചരിത്ര അഭ്യസന രീതി അല്ല ഇന്നത്തെ രീതി. കാരണം ചരിത്ര രചനയിലും ചരിത്ര അന്വേഷണത്തിലും ഗവേഷണത്തിലും ഫണ്ടമെൻ്റലായിട്ടുള്ള സമഗ്രമായ മാറ്റം വന്നു കഴിഞ്ഞു. എന്തുകൊണ്ട്? നമ്മളിപ്പോൾ ഏത് രേഖ എടുത്താലും ഏത് കാര്യം പരിശോധിച്ചാലും ശാസ്ത്രത്തിൻ്റെ സഹായമില്ലാതെ പഠിക്കാൻ പറ്റില്ല. ചരിത്രം പഠിക്കുമ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ ഒരു കാലഗണന നിശ്ചയിക്കണം. ഇതിപ്പോൾ പട്ടണത്തെക്കുറിച്ച് പറഞ്ഞു. പട്ടണത്തിൽ നിന്ന് കണ്ടെത്തിയ ഒരു വളപ്പൊട്ട്, അല്ലെങ്കിൽ ഒരു മൺപാത്ര കഷ്ണം, അല്ലെങ്കിൽ ഒരു വെങ്കലത്തിൻ്റെ അംശം, അല്ലെങ്കിൽ ഒരു തടി കഷ്ണം, അല്ലെങ്കിൽ ഒരു എല്ലിൻ്റെ കഷ്ണം, ഇതെങ്ങനെയാണ് നമ്മൾ പഠിക്കുന്ന കാലമാണ്? ഏത് കാലത്ത് നിന്ന് എങ്ങനെ അറിയും? അതിന് ശാസ്ത്രത്തിൻ്റെ സഹായം കൂടിയേ തീരൂ. അതെ. അപ്പോൾ കാലഗണന നിശ്ചയിക്കാൻ ഈ കാർബൺ ഡേറ്റിംഗ് എന്നൊരു സാധനമുണ്ട്. അപ്പം നമ്മളൊരു വസ്തു ജീവിച്ചിരിക്കും, ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ കാർബൺ സ്വീകരിച്ചു കൊണ്ടേയിരിക്കും. മരിച്ചു കഴിഞ്ഞാൽ കാർബൺ നശിച്ചു കൊണ്ടേയിരിക്കും. പക്ഷേ നശിക്കാതെ കിടക്കുന്ന ഒരു ഘടകമുണ്ട്, കാർബൺ 14. അപ്പോൾ കാർബൺ 14-ഉം കാർബൺ 12-ഉം കൂടെ ഒരുമിച്ചെടുക്കും. 14 നശിക്കാതെ നിൽക്കും, 12 നശിക്കും. ഇത് രണ്ടും കൂടി എടുക്കുമ്പോൾ നാശത്തിൻ്റെ റേറ്റ് അനുസരിച്ചിട്ടാണ് കാലഗണന നിശ്ചയിക്കുന്നത്. അര കാർബണിൻ്റെ ആയുസ് 5500 വർഷമെന്നാണ് കണക്കാക്കുന്നത്, ഹാഫ് കാർബൺ. അപ്പോൾ അത് അടുത്ത കാർബണിൻ്റെ അളവ് എടുത്തു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള കാർബൺ 12 കൂടി താരതമ്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ കാലഗണന മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് 3000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് സൈന്ധവ തീരത്ത് മനുഷ്യൻ ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ 5000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ആഫ്രിക്കയിൽ ആൾക്കാർ, പിരമിഡിൻ്റെ ആൾക്കാർ ജീവിച്ചിരുന്നത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ശാസ്ത്രം ഉപയോഗിച്ചാണ്. ഞാൻ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന ഇത് രംഗത്ത് വന്നിട്ടില്ല. പിന്നീടാണ് ഇൻഡസ്, പിന്നെ സൈന്ധവ കാലത്തെ വാർത്തകളൊക്കെ വെളി വരുന്നത്, പുസ്തകങ്ങൾ വരുന്നതൊക്കെ. ഇപ്പോൾ ശാസ്ത്രവിദ്യ ഇല്ലാതെ, സാങ്കേതിക വിദ്യ ഇല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അതെ. നമ്മുടെ എല്ലിൻ്റെ ഒരു കഷ്ണം എടുത്തു കഴിഞ്ഞാൽ എത്ര 1000 വർഷം മുമ്പോളാന്ന് പറയാൻ പറ്റും. അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ സൂചിപ്പിച്ച തരത്തിൽ തമിഴ്നാട്ടിൽ ഈ അടുത്ത കാലത്ത് നടന്ന 2 ഗവേഷണങ്ങൾ, അതിപ്പോൾ 100 ഏക്കർ ഏറ്റെടുത്തിട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എക്സ്കവേറ്റ് ചെയ്തപ്പോൾ അവിടെ വെങ്കലയുഗ സംസ്കൃതി ഉണ്ട്, ബ്രോൺസ് ഏജ് കൾച്ചറാണെന്ന് തിരിച്ചറിഞ്ഞു. ആ ബ്രോൺസ് ഏജ് കൾച്ചർ ഇന്ത്യയിൽ സൈന്ധവ തീരത്ത് മാത്രമേ ഉള്ളൂ എന്നായിരുന്നു നമ്മുടെ വിശ്വാസം. അതെ. അപ്പോൾ ഒരു വെങ്കലയുഗം ദക്ഷിണേന്ത്യയിലേക്ക് വരാവോ? സിന്ധുഗംഗാ സമതലമല്ലേ ശ്രേഷ്ഠം? നമ്മൾ സാഹിത്യത്തിൽ വളർത്തിയെടുത്തൊരു മനോഭാവമാണ്. തെക്കുള്ളവർ ശ്രേഷ്ഠതയില്ലായ്മ, യൂറോപ്യന്മാർ അതുപോലൊരു ബോധം വളർത്തിയെടുത്തിന്. ആഫ്രിക്കക്കാർ, നീഗ്രോകൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്, അപരിഷ്കൃതരാണ് എന്നൊരു സങ്കല്പമല്ലേ അവർ വെച്ചത്. അതുകൊണ്ട് ആ ഭൂഖണ്ഡത്തിന് കൊടുത്ത പേരെന്താ? ഡാർക്ക് കോണ്ടിനെൻറ്റ്.
ഇരുണ്ട ഭൂഖണ്ഡം. അവിടെ ഇരുണ്ടാകുന്നല്ല, അവിടെ പോയി സൂര്യൻ എപ്പോഴും ഉദിക്കുന്നുണ്ട്. ഇവിടെ വനങ്ങളുണ്ട്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ അല്ലെങ്കിൽ സമ്പുഷ്ടമായ ധാതുക്കളും കൃഷിയും ഒക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ യൂറോപ്യന്മാർ വിളിച്ച പേരെന്താ? മനുഷ്യനുണ്ടായ സ്ഥലമായിട്ട് തന്നെ ആണിപ്പോൾ പറയുന്നത്. മൊറോക്കോയിൽ ഉണ്ടായിരുന്നാണ് പറഞ്ഞത് 70,000 കൊല്ലം മുമ്പ്. അപ്പോൾ അങ്ങനെ കരുതുന്നത് അവൻ നമ്മൾ വിളിച്ചില്ലാതാക്കുന്നതാണ്. അതേപോലെ ഉത്തരേന്ത്യയാണ്, സിന്ധു ഗംഗാ സമതലത്തിലാണ് സംസ്കാരത്തിൻ്റെ ഉത്ഭവം എന്ന് വിശ്വസിച്ചിരുന്നപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരു സങ്കല്പം വന്നു. കീഴടി തമിഴിൽ. അപ്പോൾ തമിഴിൽ അത് വന്നു, അത് വെങ്കലയുഗ സംസ്കൃതമാണ്. അങ്ങനെ അതിപ്പോൾ വന്നിരിക്കുകയാണ്. എൻ്റെ റിപ്പോർട്ടൊക്കെ വന്നു. ആ റിപ്പോർട്ട് മാറ്റി എഴുതണം എന്ന് അതിന് നേതൃത്വം കൊടുത്ത സൂപ്രണ്ടിങ് ആർക്കിയോളജിസ്റ്റായിരുന്ന വെങ്കടേഷ് രാമകൃഷ്ണൻ അദ്ദേഹത്തോട് കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടു, ആർക്കിയോളജി സർവേ ആവശ്യപ്പെട്ടു. അദ്ദേഹം വിസമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞാണ് വാർത്ത വിവാദമായത്. അദ്ദേഹം അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് വന്നിരുന്നു. കേരള ചരിത്ര കോൺഗ്രസിൻ്റെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് അദ്ദേഹം വരികയും പ്രസംഗിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ശാസ്ത്രത്തിൻ്റെ തെളിവിലാണ് അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങൾ ഈ കാർബൺ ഡേറ്റിങ്ങിന് അയക്കുന്നു. അല്ലെങ്കിൽ മരമാണ് കിട്ടിയതെങ്കിൽ അതിന് പറയുന്ന ശാസ്ത്രം ഡെൻഡ്രോ ക്രോണോളജി എന്നാണ്. ഡെൻഡ്രോ എന്ന് വെച്ചാൽ തടി എന്നാണ്, ക്രോണോളജി കാലം. തടിയോ മരങ്ങളോ ആണ് കിട്ടുന്നതെങ്കിൽ ഡെൻഡ്രോ ക്രോണോളജിക്ക് അയക്കും. മൺപാത്രമാണെങ്കിൽ അതിന് വേറൊന്നാണ്, തെർമോലൂമിനിസെൻസ് എന്ന് പറയും. ഇനി ഒരു വിത്താണ് കിട്ടിയതെങ്കിൽ അതിനെ പാലിയോ ബയോഗ്രഫി എന്ന് പറയും. പലതരത്തിലാണ് ശാസ്ത്രം അത് പഠിക്കുന്നത്. അങ്ങനെ പഠിച്ചെടുത്തപ്പോഴാണ് ഇത് വെങ്കലയുഗ സംസ്കൃതിയാണെന്ന് മനസ്സിലായത്. മറ്റൊന്ന്, നമ്മുടെ തിരുനെൽവേലി ജില്ലയിൽ വൈഗാ നദിയുടെ തീരത്ത് ആദിച്ചനല്ലൂർ എന്നൊരു സ്ഥലത്ത് തമിഴ്നാട് ആർക്കിയോളജി വകുപ്പിന് ഗവേഷണം നടന്നു. അവിടുന്ന് ഇരുമ്പായുധങ്ങൾ കണ്ടെടുത്തു. അപ്പോൾ ഇരുമ്പായുധങ്ങൾ കണ്ടെടുക്കുക മാത്രമല്ല, നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന തരത്തിൽ നമ്മൾ ചരിത്രകാരന്മാരും പിന്നെ ആർക്കിയോളജിസ്റ്റുകളും ഇപ്പം വിചാരിച്ചിരുന്നത്, ഈ അടുത്ത കാലം വരെ വിശ്വസിച്ചിരുന്നത്, തുർക്കിയിലെ അനറ്റോലിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യത്തെ ഇരുമ്പ് ഉപയോഗം കണ്ടത്. ഇരുമ്പും കുതിരയും അടുത്താണ് വന്നത്. അപ്പോൾ ഇരുമ്പിൻ്റെ അംശം കിട്ടിയതും കുതിരയുടെ പ്രയോഗവും ആദ്യം മനസ്സിലാക്കി തുർക്കിയിലെ അനറ്റോലിയക്കാരെന്നാണ് പറയുന്നത്. ആ അനറ്റോലിയിൽ നിന്ന് കണ്ടെത്തിയ ഇരുമ്പിൻ്റെ പ്രായത്തേക്കാൾ കൂടുതൽ പ്രായമുണ്ട് ആദിച്ചനല്ലൂരിൻ്റേത്. ക്രിസ്തുവിന് മുമ്പ് 1600 1700 വർഷങ്ങളിലായിരിക്കണം ഇരുമ്പിൻ്റെ പ്രയോഗം തുടങ്ങിയത്. അത് ഇന്ത്യയിലെത്തുമ്പോൾ ഏതാണ്ട് 1000 ആണ്ട് അടുത്തു എന്നൊക്കെയാണ് വിശ്വസിച്ചിരുന്നത്, ഇന്നേ വരെ വിശ്വസിച്ചത്. പക്ഷേ ഇപ്പോൾ ആദിച്ചനല്ലൂർ പറയുന്നു 2500 കൊല്ലം എന്ന് വെച്ചാൽ മൊത്തം 4500. ക്രിസ്തുവിന് മുമ്പ് വന്ന 2500. അപ്പം 4500 കൊല്ലം മുമ്പേ ദക്ഷിണേന്ത്യയിൽ ഇരുമ്പ് വിദ്യ അറിയാമായിരുന്നു എന്നാണ് ആദിച്ചനല്ലൂരിൽ. അത് ഉത്തരേന്ത്യക്കാർക്ക് ദഹിക്കില്ല. കാരണം ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലൊരു സാംസ്കാരികമായ ഒരു വൈകാരികമായ എതിർപ്പുണ്ട്. ആ എതിർപ്പാണ് ഇ വി രാമസ്വാമി നായ്ക്കർ അബ്രാഹ്മണ പ്രസ്ഥാനം തുടങ്ങാൻ കാരണം. ആ എതിർപ്പാണ് ഉത്തരേന്ത്യയിലെ പലപ്പോഴും കേന്ദ്ര ഗവൺമെൻറ്റിലെ ആൾക്കാർ ദക്ഷിണേന്ത്യക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം തോന്നാൻ കാരണം. അത് പ്രയോഗത്തിൽ അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഹിന്ദി വിരുദ്ധത തമിഴ്നാടിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. കാരണം ഉത്തരേന്ത്യക്കാർ പറഞ്ഞു, അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞു, ഹിന്ദിയെ നമുക്ക് പ്രോത്സാഹിപ്പിക്കണം. ഹിന്ദിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഔദ്യോഗിക ഭാഷാ നിയമത്തിൽ പറയുന്നില്ല. ഇന്ത്യയിലെ മറ്റ് പ്രാദേശിക ഭാഷകളെപ്പോലെ ഒരു ഭാഷ മാത്രമാണ് ഹിന്ദിയും. ഹിന്ദിയെ നിർബന്ധമാക്കാൻ കേന്ദ്ര സർക്കാർ നിയമം ഉണ്ടാക്കിയിട്ടുമല്ല. പക്ഷേ പ്രയോഗിക്കുമ്പോൾ ഹിന്ദി വരും. ആ ഹിന്ദിയോട് ഇവർക്കൊരു മനോവിരുദ്ധമുണ്ട്. കാരണം ഹിന്ദി ബ്രാഹ്മണൻ്റെതാണ്, സംസ്കൃതം ബ്രാഹ്മണൻ്റെതാണെന്നൊരു തോന്നൽ ആർക്കുണ്ടായിപ്പോയി? ഒരു ജനത എന്നുള്ളതൊക്കെ തമിഴർക്കുണ്ടായിപ്പോയി. അതാണ് അവിടുത്തെ പ്രശ്നം വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചരിത്ര വിദ്യാർത്ഥി എന്നുള്ളത് കണ്ടെത്താൻ പറ്റുന്നത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ശാസ്ത്രം വികസിക്കുന്നത് അധ്വാനത്തിലൂടെയാണ്. ആ ശാസ്ത്രത്തിൻ്റെ പുരോഗതിയാണ് ചരിത്രത്തിന് മാറ്റം വരുത്തിയത്. ഒറ്റ വാക്കിൽ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, തീ മുതൽ നിർമ്മിത ബുദ്ധി വരെയുള്ള മനുഷ്യൻ്റെ വളർച്ചയാണ് ചരിത്രം. ഒറ്റ വാചകത്തിലേക്ക് അങ്ങ് ഒന്ന് സമ്മറൈസ് ചെയ്ത് കൊണ്ടുവന്നേക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങേയായി സംസാരിച്ചുകൊണ്ടിരുന്ന ഈ സമയത്തിനിടയ്ക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചരിത്രത്തിലൂടെയുള്ള സഞ്ചാരമായിരുന്നത് വളരെ രസകരമായ രീതിയിൽ അങ്ങ് കൊണ്ടുവരികയാണ്. പക്ഷേ ഇത് അറിവാണ്, ശാസ്ത്രമാണ്. അപ്പോൾ ഈ ശാസ്ത്രത്തെ അടുത്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ മനുഷ്യരാശി കൈമാറുക എന്നുള്ള ദൗത്യമുണ്ട്. നമ്മൾ സഞ്ചയിച്ച് വെച്ചേക്കുന്ന ഈ അറിവിനെ പലപ്പോഴും പുസ്തകങ്ങളുടെ രൂപത്തിൽ കൈമാറുക എന്ന് പറയുമ്പോൾ ഇന്ന് ആ പുസ്തക പ്രസാധനം എന്ന് പറയുന്നത് പോലും അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ചരക്കായിട്ട് മാറുന്ന ഒരവസ്ഥ അവിടെയുണ്ട്. അപ്പോൾ അവിടെയാണ് ഒരുപക്ഷെ കേരളത്തിലെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഒരു പ്രസക്തി വരുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തലവനായി മേധാവിയായി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു അനുഭവം മുൻനിർത്തി അത്തരം ഒരു സ്ഥാപനങ്ങളുടെ പ്രസക്തി അല്ലെങ്കിൽ അറിവിൻ്റെ കൈമാറ്റം അത് എത്രത്തോളം സ്വതന്ത്രമായി നടക്കണം, അങ്ങനെ കാഴ്ചപ്പാടെന്താണ്? രണ്ട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഒന്ന്, സർക്കാരിൻ്റെ ഉടമസ്ഥയിലൊരു പ്രസാധന സ്ഥാപനമാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. ലക്ഷ്യം എന്ന് വെച്ചാൽ ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യമായ പുസ്തകങ്ങൾ ഉൽപ്പാദിപ്പിക്കുക. കാരണം കേരളത്തിലും ഇന്ത്യയിലും വിദ്യാഭ്യാസം വികസിച്ചു വന്നപ്പോൾ ടെക്സ്റ്റ് ബുക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം ഘട്ടം ഘട്ടമായിട്ട് പ്രാദേശിക ഭാഷയിൽ മാതൃഭാഷയിലേക്ക് മാറണമെങ്കിൽ എന്ത് വേണം? നമുക്ക് മലയാളത്തിൽ പുസ്തകം വേണം. അതെ,
ഞാനിപ്പോൾ നേരത്തെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾക്ക് മുഴുവൻ മലയാളത്തിൽ പുസ്തകമുണ്ടോ? ഇല്ല. അതെ, മലയാളത്തിൽ പുസ്തകം ഉണ്ടായാലല്ലേ മലയാളം സമ്പന്നമാവൂ. തീർച്ചയായിട്ടും. സംസ്കൃതത്തിലുണ്ടായിരുന്ന വാൽമീകി രാമായണം എഴുത്തച്ഛൻ മലയാളത്തിലേക്ക് ആക്കിയപ്പോൾ സ്വതന്ത്ര വിവർത്തനമാണ്. വിവർത്തനം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ സ്വതന്ത്രമായിട്ട് അദ്ദേഹം എഴുതിയതാണ്. അപ്പോൾ മലയാളം സമ്പന്നമായില്ലേ? സംസ്കൃത ഭാഷയിലെ ഒരു ഗ്രന്ഥം മലയാളത്തിൽ വന്നപ്പോൾ മലയാളം സമ്പന്നമായി. അതേപോലെ ശാസ്ത്രരംഗത്ത് ചരിത്രം, ദർശനം, ഫിലോസഫി, ഈ ഭാഷകളിലെല്ലാം ഈ വിഷയങ്ങളിലുള്ള ഇംഗ്ലീഷിലോ മറ്റേതെങ്കിലും ഭാഷകളിലുള്ള മലയാളത്തിൽ കൊണ്ടുവരണം. അങ്ങനെ മലയാളത്തിൽ കൊണ്ടുവന്നാൽ അത് മലയാളത്തിലൂടെ പഠിപ്പിക്കാൻ പറ്റും. മലയാളത്തിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മലയാളികൾ ജ്ഞാനസമ്പന്നന്മാരാവും. ഒരു ജ്ഞാനസമ്പത്ത് ഉണ്ടാക്കണം. ആ ജ്ഞാനസമ്പത്ത് ഉണ്ടാക്കലാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലക്ഷ്യം. അപ്പം വൈജ്ഞാനിക കൃതികൾ ഉൽപ്പാദിപ്പിക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 60 കൊല്ലം മുമ്പ് ആ സ്ഥാപനം തുടങ്ങുന്നത്. അത് ഇന്നേവരെ അതിങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. യൂണിവേഴ്സിറ്റി ലെവൽ പുസ്തകങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഒരു പ്രതിസന്ധി ഉള്ളത്. പ്രതിസന്ധി വെച്ചാൽ മൊത്തത്തിൽ പ്രിൻറ്റിംഗ് ഇൻഡസ്ട്രി, പബ്ലിഷിംഗ് ഇൻഡസ്ട്രി നേരിടുന്നൊരു പ്രശ്നം, ഈ പ്രിൻ്റ് മീഡിയ ഇപ്പോൾ ആവശ്യമില്ല, അച്ചടിച്ച പുസ്തകം ആവശ്യമില്ല. യശ്പാൽ പറഞ്ഞതുപോലെ ലെസനിങ് ദ സ്കൂൾ ബാഗിൻ്റെ ഭാരം കുറയ്ക്കണം. ഇപ്പോൾ ഭാരം വേണ്ട, ഒരു ടാബ് മാത്രം കൊണ്ടുപോയാൽ മതി കുട്ടി. അയാൾക്ക് അതിൽ ഇപ്പോൾ വൈഫൈ കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വായിക്കാം. ക്ലാസ് മുറിയിൽ കുട്ടിയുടെ കയ്യിലും ടീച്ചറുടെ കയ്യിലും ടാബാണ് ഇരിക്കുന്നത്, വായിക്കാൻ പറ്റും. ഈ പുസ്തകങ്ങൾ അങ്ങനെ വരും. അപ്പോൾ ഞാൻ ഡയറക്ടറായിരിക്കുന്ന സമയത്ത് പബ്ലിഷിംഗ് തുടങ്ങിയിരുന്നു. സാധാരണ നമ്മൾ ഒരു പുസ്തകം, അച്ചടിക്കുന്ന പുസ്തകം തയ്യാറാക്കുന്ന രീതിയിൽ അതിൻ്റെ കമ്പ്യൂട്ടറിൽ അതിൻ്റെ കോപ്പി ഉണ്ടാക്കാൻ പറ്റില്ല. വേറൊരു രൂപത്തിൽ ഇപ്പോൾ കുറച്ച് മെച്ചപ്പെട്ട സാങ്കേതികവിദ്യ, ആ സാങ്കേതികവിദ്യ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പുസ്തകം എവിടെ വേണമെങ്കിലും അയക്കാൻ പറ്റും. ആ ഒരു സാധ്യതയുണ്ട്. അതാണിപ്പോൾ ചെയ്യുന്നത്. ഭാഷാ ഇപ്പോൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ തുടങ്ങി വെച്ച് ഞാനത് പബ്ലിഷിംഗ്. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പുസ്തകം, ഞാനിപ്പോൾ പുസ്തകം വാങ്ങുന്നത് ആമസോൺ വഴിയാണ്. നേരത്തെ വാങ്ങാൻ ബുക്ക് സ്റ്റാളിൽ പോകണം. അതെ, ഒരു പക്ഷേ ബുക്ക് സ്റ്റാളിൽ പോയി വാങ്ങുന്നതിനേക്കാൾ ചിലവ് കുറവാണ് ആമസോണിലൂടെ വാങ്ങുന്നത്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും ആമസോണിൽ ടൈപ്പ് ഉണ്ടാക്കി നമ്മുടെ പുസ്തകങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആമസോൺ വഴി അയച്ചു കൊടുക്കും, ഇന്ത്യ പോസ്റ്റ് വഴി അയച്ചു കൊടുക്കാൻ പറ്റും. അച്ചടി രംഗത്ത് നൂതന സാങ്കേതികവിദ്യ വന്നു. ആ സാങ്കേതികവിദ്യക്കനുസരിച്ച് വളർന്നില്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് നിൽക്കാൻ പറ്റില്ല. ഏത് സ്ഥാപനവും സാങ്കേതികമായ മികവിനെ ഉൾക്കൊണ്ടില്ലെങ്കിൽ, വളരുന്നതനുസരിച്ച് പറ്റിയില്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ സാങ്കേതികവിദ്യ വികസിക്കുമ്പോൾ അത് പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയിലും വരും. അങ്ങനെ ലോകത്തുള്ള ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതെ, അതിന് ചില പ്രശ്നങ്ങളുണ്ട്, പക്ഷേ നമ്മൾ വായിച്ചു നോക്കണം. കാരണം നമ്മളൊരു വാക്കിന് ട്രാൻസ്ലേറ്റർ കമ്പ്യൂട്ടർ കാണുന്ന അർത്ഥമായിരിക്കില്ല നമ്മളിവിടെ കാണുന്നത്. കാരണം ഇംഗ്ലീഷ് വാക്കായാലും ലോകത്തെ ഏത് ഭാഷകളായിരുന്നാലും കോണ്ടെക്സ്റ്റിനനുസരിച്ച് ടെക്സ്റ്റ് മാറും. അതെ, സന്ദർഭത്തിനനുസരിച്ച് വാക്കുകളുടെ അർത്ഥം മാറും. ഉദാഹരണത്തിന് ഇംഗ്ലീഷിൽ പവർ എന്നൊരു വാക്കുണ്ട്. ആ ഭാഷയിലെ വാക്കിൻ്റെ അർത്ഥം ശക്തി എന്നാണ്. പവർഫുൾ, ശക്തിയുള്ള എന്നാണ്. പക്ഷേ അത് ഫിസിക്സിലായാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താ? അത് ഊർജം എന്നാണ്. അതെ, ഇലക്ട്രിസിറ്റിക്ക് പറയുന്ന വാക്കെന്താ? ഊർജം. ഇലക്ട്രിസിറ്റി വകുപ്പ് സെക്രട്ടറിക്ക് പറയുന്ന പേരെന്താ? പവർ സെക്രട്ടറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഫിസിക്സിൽ അത് ഊർജമാണ്. ഇനി അത് പൊളിറ്റിക്കൽ സയൻസിലായാലോ രാഷ്ട്രതന്ത്രത്തിലായാലോ അത് അധികാരമെന്നാണ്. അതെ, പവർ പോളിറ്റിക്സ്. അപ്പോൾ ഒരു വാക്കിന് തന്നെ വ്യത്യസ്ത ജ്ഞാനമേഖലകളിൽ വ്യത്യസ്തമായ അർത്ഥം വരുന്നു. ഇത് ട്രാൻസ്ലേറ്റർക്ക് കിട്ടണമെന്നില്ല. അതെ, മനുഷ്യൻ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ പോലും ചിലപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല, യന്ത്രത്തിന് തീരെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ട്രാൻസ്ലേഷൻ നമ്മൾ സൂക്ഷിക്കണം. കാരണം വാക്കുകളുടെ അർത്ഥം മാറിപ്പോയാൽ അത് ഈ 40കളിൽ EMS പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യത്തെ മാനിഫെസ്റ്റോ ആദ്യമായിട്ട് മലയാളത്തിൽ പരിഭാഷപ്പെടുന്നത് 40കളിലാണ്. ആരാ ചെയ്തതെന്ന് ഓർമ്മയില്ല എന്ന് പറഞ്ഞ അദ്ദേഹം. അതിൽ മാർസിൻ്റെ വളരെ പ്രസിദ്ധമായൊരു വാചകമുണ്ട്: താങ്ക്സ് ടു റെയിൽവേസ് ഓൾ ദ ബ്രേക്ക് ക്യാപിറ്റലിസ്റ്റ് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ വെയർ സാറ്റേഡ് അവേ എന്നൊരു വാചകമുണ്ട്. റെയിൽവേ വന്നതോടുകൂടി മുതലാളിത്തപൂർവ്വ ഉൽപ്പാദന ബന്ധങ്ങൾ തകർന്നു എന്നാണ്. കാരണം റെയിൽവേ ഒരു ഗതാഗത സൗകര്യമാണ്, ചരക്ക് കൊണ്ടുപോകാൻ ആൾക്കാർക്ക് കൊണ്ടുപോകാൻ വളരെ വേഗത്തിലുണ്ട്. അപ്പോൾ ഈ ചരക്ക് നീക്കം വളരെ വേഗത്തിലാണ്. അതുകൊണ്ട് അത് വന്നതിന് മുതലാളിത്ത സമൂഹത്തിന് മുമ്പുണ്ടായിരുന്ന ഫ്യൂഡൽ സമൂഹത്തിലെ ഉൽപ്പാദന ബന്ധങ്ങൾ വളരെ വേഗം തകർന്നു എന്നാണ്. അപ്പോൾ താങ്ക്സ് ടു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? നമ്മൾ സാധാരണ താങ്ക്സ്, നന്ദി. അപ്പോൾ ആദ്യകാലത്ത് എഴുതി വെച്ചത് റെയിൽവേക്ക് നന്ദി, റെയിൽവേ വന്നതുകൊണ്ട് ഈ മാറ്റം സംഭവിച്ചു, അതുകൊണ്ട് റെയിൽവേക്ക് നന്ദി എന്നാണ് അന്ന് വിശ്വസിച്ചത്. പക്ഷേ ആ വാക്കിൻ്റെ അർത്ഥം അതല്ല. താങ്ക്സ് ടു റെയിൽവേസ്, റെയിൽവേ വന്നതുകൊണ്ട് ഈ മാറ്റം വന്നു. താങ്ക്സ് ടു ഹെവി റെയിൻ, റോഡ് ട്രാൻസ്പോർട്ട് വാസ് സസ്പെൻഡഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? കഠിനമായ മഴ വന്നുകൊണ്ട്, കൊടും മഴ വന്നതുകൊണ്ട് ഗതാഗതം നിർത്തിവെച്ചു. താങ്ക്സ് ടു ഹെവി റെയിൻ സ്കൂൾ വാസ് ക്ലോസ്ഡ്. ഇതേപോലെ സ്കൂൾ അടച്ചതിന് നന്ദി മഴയ്ക്കെന്നാണ് അർത്ഥം? അല്ല,
അപ്പോൾ വാക്കിൻ്റെ അർത്ഥം മാറും. അതെ. ആ സന്ദർഭത്തിനനുസരിച്ച് അതറിഞ്ഞില്ലെങ്കിൽ പരിഭാഷ പ്രശ്നത്തിലാവും. പരിഭാഷപ്പെടുത്തിയാണ് നല്ലൊരു ശതമാനം പുസ്തകങ്ങൾ ഇപ്പോൾ പരിഭാഷപ്പെടുത്തിയാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിട്ടുള്ളത്. ഞാനിവിടെ ഇരിക്കുന്ന ചരിത്രകൃതികൾ കുറേ അധികം പരിഭാഷപ്പെടുത്തി. ഫിലോസഫിയിലെ പുസ്തകങ്ങൾ, ദർശനത്തിൻ്റെ പുസ്തകങ്ങൾ, ഇപ്പോൾ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയിലോ വരുന്ന പുസ്തകങ്ങൾ അപ്പം തന്നെ നമുക്ക് മലയാളത്തിലേക്കിയാൽ അത് മലയാളം കുട്ടികൾക്ക് ലഭ്യമാകും. മലയാളികളുടെ ഒരു പ്രത്യേകത, മലയാളം വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന അതേ വേഗത്തിൽ ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാക്കണം കഴിയണമെന്നില്ല. അതെ. നമ്മൾ സംസാരിക്കുമ്പോഴും മലയാളം സംസാരിക്കുന്ന അത്രയും ഫ്ലുവൻസിയോടെ, വാചാലതയോടെ ഇംഗ്ലീഷ് പറയുമോ പറ്റുമോ? നമുക്ക് ഇംഗ്ലീഷ് വായിക്കാൻ മനസ്സിലാക്കാം, പക്ഷേ അതേപോലെ സംസാരിക്കാൻ പറ്റില്ല. ഈ ട്രാൻസ്ലേഷൻ്റെ ഈ പ്രശ്നമുള്ളതുകൊണ്ട് ചില വാക്കുകളുടെ അർത്ഥം ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ എടുക്കണമെന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പരിഭാഷ പ്രധാനപ്പെട്ട ഘടകമാണ്. പബ്ലിഷിംഗ് ഇൻഡസ്ട്രിക്ക് ഇപ്പോഴും ആയുസ്സുണ്ട്, സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചത് ഈ പബ്ലിഷിംഗ് ആയിട്ട് ജനങ്ങളുടെ മേശയിൽ, തീൻ മേശയിലോ വായന മേശയിലോ എത്തിക്കാനുള്ള സാങ്കേതികവിദ്യ നമ്മൾ ഉൾപ്പെടുത്തണം. തീർച്ചയായും അത് വേണം. അങ്ങ് ഈ പറഞ്ഞു നിർത്തിയിടത്ത് നിന്ന് നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതായത് സാങ്കേതികവിദ്യ വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്നൊരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ പറഞ്ഞതുപോലെ മാത്രമല്ല, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും അതിവേഗം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ചും വിജ്ഞാനത്തിൻ്റെ മേഖലയിൽ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്നതിനകത്തിൽ ചരിത്രത്തെ പഠിക്കുമ്പോഴും ഒക്കെ, അല്ലെങ്കിൽ മറ്റൊരു വിജ്ഞാന മേഖലയെ പഠിക്കുമ്പോഴും ഒക്കെ, ഒരു മനുഷ്യൻ്റെ ആ ഒരു സർഗാത്മകമായ ഇടപെടൽ പോലും സ്വാധീനം ചെലുത്താൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ഒരു പുതിയ സാങ്കേതിക വിദ്യ കടന്നു വരികയാണ്. ഇത് മുൻനിർത്തിക്കൊണ്ട് ചരിത്രം പഠിക്കുന്നവരോട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട്, ഗവേഷകരോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ജ്ഞാന നിർമ്മിതി ഇനി സാധ്യമാവൂ. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. നമ്മൾ പണ്ട് ഓർമ്മയിൽ വച്ചിരുന്നു, പക്ഷെ ഓർമ്മയ്ക്ക് പരിമിതിയുണ്ട്. കാരണം എന്താ? മറ്റ് ജീവികളും മനുഷ്യനും തമ്മിലൊരു പ്രധാനപ്പെട്ട വ്യത്യാസം, മനുഷ്യൻ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നു. അതെ. ചില ജീവികൾ ഉപകരണം നിർമ്മിക്കുന്നുണ്ട്. തേനീച്ച കൂടുണ്ടാക്കുന്നുണ്ട്, കാക്ക കൂടുണ്ടാക്കുന്നുണ്ട്, പക്ഷേ അവയ്ക്ക് നവീകരിക്കാൻ കഴിയില്ല. മനുഷ്യനോ ഉണ്ടാക്കിയത് മുഴുവൻ നവീകരിക്കുകയും പഴയതില്ലാതാവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ജ്ഞാന നിർമ്മിതി ഉണ്ടാകുന്നത്. അറിവ് ഉൽപ്പാദിപ്പിക്കുകയാണ്. ആ അറിവ് എങ്ങനെയാണ് നമുക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റുമോ? എല്ലാം പറ്റില്ല. അതുകൊണ്ടാണ് അതിനെ ഭാഷയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ മനുഷ്യന് മാത്രമേ ഭാഷയുള്ളൂ. മനുഷ്യൻ ഒരേ ശബ്ദത്തിലല്ല. അതുകൊണ്ടാണ് ഭാഷയുണ്ടാകുന്നത്. ഭാഷയിലാണ് നമ്മൾ വിജ്ഞാനം സംഭരിച്ചു വയ്ക്കുന്നത്. ആ വിജ്ഞാന സംഭരണമാണ് ഭാഷ. ആ ഭാഷ മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയ മലയാളമല്ല ഇപ്പോഴത്തെ മലയാളം. പണ്ട് കല്ലിലെഴുതും, പിന്നെ ചെമ്പിലെഴുതി, പിന്നെ വെങ്കലത്തിലെഴുതി, പിന്നെ ഓലയിലെഴുതി, പിന്നെ കടലാസിലെഴുതി. ഇപ്പോൾ എഴുത്തേ വേണ്ട, കമ്പ്യൂട്ടറിൽ മതി, കൈകൊണ്ട് എഴുതണ്ട. ഇപ്പോൾ നോക്കൂ, ഒറ്റ അടിക്ക് നമ്മൾ നോക്കിയാൽ എഴുത്തുവിദ്യയിൽ വന്ന മാറ്റം, അത് അറിവിൻ്റെ മാറ്റമല്ലേ? അതെ. അങ്ങനെ അറിവ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ നമ്മൾ അറിയണം. രണ്ട്, പകർത്തി എഴുത്ത്. ഇപ്പോൾ പ്ലാജിയറിസം എന്ന് പറയുമല്ലോ, നമ്മൾ മോഷണം. അതെ. മോഷണം കണ്ടുപിടിക്കുമ്പോൾ സാങ്കേതിക വിദ്യയായി. അപ്പോൾ അത് ആ നൂതന വിദ്യ നമ്മൾ ഉപയോഗിക്കപ്പെടുത്തണം. ഇപ്പം നമുക്ക് ഒരു വിഷയത്തിൽ എന്തൊക്കെ വിജ്ഞാനം ലോകത്ത് ലഭ്യമാണ് എന്നുള്ള കമ്പ്യൂട്ടറിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ ആണെങ്കിൽ നമ്മൾ ഏതൊക്കെ ലൈബ്രറി പോയി നോക്കണം. ഇപ്പോൾ വിക്കിപീഡിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെ ഏത് ലൈബ്രറിയിലെയും വിജ്ഞാനം ഇപ്പം നമുക്ക് കിട്ടും. മറ്റൊന്ന്, നമ്മുടെ ലൈബ്രറികളെല്ലാം ഡിജിറ്റൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഏത് ലൈബ്രറിയിൽ ഏത് പുസ്തകം ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. അതിപ്പോൾ വികസിച്ചിട്ടില്ല, അത് വരാൻ പോകുന്നു. ഇനിയിപ്പോൾ ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുള്ള ഗ്രന്ഥശാലകൾ വേണ്ട, ലൈബ്രറി വേണ്ട, സെർവറുകൾ മതി. ഈ പുസ്തകം 10,000, 1000, 2000, 3000 പേജുള്ള എത്ര പുസ്തകങ്ങൾ വേണമെങ്കിൽ നമുക്ക് സെർവറിൽ സൂക്ഷിക്കാം, ആവശ്യത്തിന് അത് ഡൗൺലോഡ് ചെയ്യാം, വായിക്കാം. അപ്പോൾ ഏത് പുസ്തകം എവിടെ ഇരിക്കുന്നു എന്ന് വായനക്കാരന് വിരൽ തുമ്പിൽ അറിയാൻ സാധിക്കണം. അതാണ് ഡിജിറ്റൈസേഷൻ്റെയും ആ ഡിജിറ്റൈസേഷൻ്റെ ട്രാൻസ്ഫറിൻ്റെയും ഗുണം. അങ്ങനെ മാറുന്നു. അപ്പോൾ ആ സാങ്കേതിക വിദ്യ പരിജ്ഞാനം, അതിൽ നമുക്ക് പരിജ്ഞാനമില്ലെങ്കിൽ ഗവേഷണം മുന്നോട്ട് പോവില്ല. ജ്ഞാനസമ്പാദനത്തിനും ഗവേഷണത്തിനും പണ്ടത്തെ രീതിയല്ല. കാരണം രീതികൾ മാറിയിരിക്കുന്നു, നമുക്ക് ലഭ്യമായ ഉപകരണങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഏറ്റവും നൂതനമായ ഉപകരണത്തെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ചരിത്ര ഗവേഷണത്തിലെ ഏത് ഗവേഷണവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായമില്ലാതെ ചരിത്ര ഗവേഷണം മാത്രമല്ല, ഒരു ഗവേഷണവും ഒരു വിജ്ഞാന സമ്പാദനവും സാധ്യമല്ലാത്ത യുഗത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്ന. കാരണം മനുഷ്യൻ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ജീവിയാണ്, അത് അനുനിമിഷം നവീകരിക്കുന്ന ജീവിയാണ്. ഇപ്പോൾ വളരെ വിജ്ഞാനത്തിൻ്റെ ഒരു ഒഴുക്കായിരുന്നു കുറച്ച് നേരമായിട്ട് നമ്മളുടെ ഇടയിലുള്ള ഈ സംഭാഷണം. ഞാൻ കേൾവിക്കാനായിട്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ വളരെ മനോഹരമായ ഒരു സംഭാഷണമായിരുന്നു. തീർച്ചയായിട്ടും അങ്ങയുടെ വാക്കുകൾ അങ്ങയിൽ നിന്ന് പകർന്നു കിട്ടാൻ ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്. പക്ഷേ നമ്മുടെ സമയത്തിൻ്റെ പരിമിതി മൂലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും നേരം ആകാശവാണിക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിനും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും എല്ലാ നന്ദിയും അറിയിക്കുന്നു.
ആശംസകൾ. വളരെ സന്തോഷം. നേർമൊഴിയിൽ നിങ്ങൾ കേട്ടത് ചരിത്രകാരനും അധ്യാപകനും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറുമായിരുന്ന പ്രൊഫസർ വി കാർത്തികേയൻ നായരുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ്. നേർമൊഴി സമാപിക്കുന്നു.